ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ബിഗ്നസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെഹന്തി ഡിസൈൻ പഠിച്ചാലോ. അതും ഒരു 3 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ എലമെൻ്റാണ് ഈ വരയ്ക്കുന്നത്. ഒരു ലൈൻ വരച്ചതിന് ശേഷം അതിൻ്റെ 2 സൈഡിലും വെയിൻസ് വരയ്ക്കുക. സിമ്പിളാണ്. കോമൺലി ഓൾമോസ്റ്റ് എല്ലാ മെഹന്തി ആർട്ടിസ്റ്റും യൂസ് ചെയ്യുന്ന ഒരു എലമെൻ്റാണത്. എല്ലാ മെഹന്തിയിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഫസ്റ്റത്തെ എലമെൻ്റ് ഇതാണ്. അപ്പം എത്ര മെഹന്തി ഇടാൻ അറിയില്ല പറഞ്ഞാലും നമുക്ക് ഈ ഡിസൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കൈ നോക്കാം. അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് അത്. സെക്കൻഡ് എലമെൻറ്റ് ആ വരച്ച ലൈൻ തന്നെ ഒന്ന് കേർവി ആയിട്ട് ഒന്ന് വളഞ്ഞും തിരിഞ്ഞൊക്കെ വരയ്ക്കുക. അതാണ് സെക്കൻഡ്. എന്നിട്ട് അതിൻ്റെ കുഴിഞ്ഞ ഭാഗത്തുണ്ടല്ലോ അവിടെ വെയിൻസ് വരച്ച് കൊടുക്കുക. കുഴിഞ്ഞ ഭാഗത്ത് തന്നെ വരയ്ക്കണേ, നല്ലൊരു ഭംഗിയൊക്കെ കിട്ടും. എന്നിട്ട് അത് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്, അതായത് 2 സൈഡിലുമായിട്ട് വരയ്ക്കുക. അതാണ് നമ്മൾ സെക്കൻഡ് എലമെൻറ്റ് എന്നുള്ളത്. പിന്നെ നമ്മൾ മൂന്നാമത്തെ എലമെൻറ്റ് ഒരു കുഞ്ഞ് ഫ്ലവറാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു സ്പൈറൽ വരയ്ക്കുക. വലുതാക്കി വരയ്ക്കണമെങ്കിൽ വലുതാക്കി വരയ്ക്കണം. അത് കുഞ്ഞതായിട്ടാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ചെറുതാക്കി വരച്ച്. എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അലൈൻമെൻറ്റൊക്കെ ശരിയാവാൻ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുഞ്ഞ് ഹംസാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് ഹംസ് ഒന്ന് വരച്ച് കൊടുക്കുക. അല്ലാതെയും വരയ്ക്കാം കേട്ടോ. ഞാൻ ബിഗ്നേഴ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 3 വെച്ചിട്ടാണ് നമ്മളൊരു ഫുൾ മെഹന്തി ആയിട്ട്, ഫുള്ളല്ല ഒരു ഹാഫ് മെഹന്തി, അത് നിങ്ങൾക്ക് ഉള്ളിലും ആവാം പുറത്തും ആവാം കേട്ടോ ഇടുക. അപ്പോൾ ഉള്ളിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഹാൻഡിൻ്റെ ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ഇങ്ങനെ ഫിംഗറിന് ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് നമ്മൾ രണ്ടാമത് പഠിച്ച എലമെൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വളഞ്ഞ് തിരിഞ്ഞിട്ടില്ല വരച്ചിട്ട് ആ കുഴിഞ്ഞ ഭാഗത്ത് വെയിൻസ് വരയ്ക്കാം. സിമ്പിളാണ്. അപ്പോൾ അത് ചെയ്യാം. രണ്ടാമത് നമ്മൾ ഇതിന് പാരലായിട്ടൊരു ഔട്ട്ലൈൻ വരയ്ക്കുക ലൈറ്റായിട്ട്. പിന്നെ അതൊന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ വരയ്ക്കുന്നത് നമ്മൾ ഫസ്റ്റ് പഠിച്ച എലമെൻ്റാണ്. സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈനിൽ വെയിൻസ് വരച്ചില്ലേ, അത് നമ്മൾ കുറച്ച് വളഞ്ഞ് കേവായിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൽ ഫുള്ള് വെയിൻസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ അതിൻ്റെ 2 സൈഡിലായിട്ട് ചെയ്യുക. അപ്പോൾ വെയിൻസ് കറക്റ്റ് ഇടുക. ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ വെയിൻസൊക്കെ കറക്റ്റ് ഇടാൻ കിട്ടും കേട്ടോ. അത് ഫ്രണ്ടിലാണെങ്കിലും കൈയിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതേപോലത്തെ വലിയ നീട്ടിയിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് പിന്നെ നമ്മൾ ആ കുഞ്ഞു ഫ്ലവറാണ് യൂസ് ചെയ്യണത്. അപ്പം എൻ്റെ മെഹന്തി കോണിന് ചെറിയ പ്രശ്നമുണ്ട്. ഓർഗാനിക് തന്നെയാണ്, പക്ഷേ അതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. കുറച്ച് ദിവസമായി വാങ്ങിയിട്ട് അതിൻ്റെ ആവാം. അപ്പോൾ ഓക്കെ, അങ്ങനെ ആ ലൈന് ഫുള്ള് നമ്മൾ ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഫ്ലവേഴ്സ് ഓരോ ഫ്ലവേഴ്സും കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാക്കാൻ 3 വെയിൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ലീവ്സ് പോലെ 3 എണ്ണം വരച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, ലൈൻ വരയ്ക്കുക, പ്രസ് ചെയ്യുക, വിടുക, അത്രേ ഉള്ളൂ. അങ്ങനെ അത് ഫുള്ള് ഫില്ല് ചെയ്യുക. ആ ഫ്ലവേഴ്സ് ഫുള്ള് ഫില്ല് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. ഇതേപോലത്തെ ഒരു ഡിസൈന് ഞാൻ ഈ കൈയിൻ്റെ തന്നെ ചെറുവിരലിൻ്റെ ഭാഗത്ത് വരച്ചിട്ടുണ്ട് വളഞ്ഞിട്ട്. അത് വീഡിയോയിലില്ല, അപ്പോൾ അതും കൂടി വരയ്ക്കുക. പിന്നെ നമ്മളെ മിഡിൽ ഫിംഗറിൽ ഇങ്ങനെ ലൈൻസ് വരച്ചിട്ട് അതിൽ നമ്മൾ ഈ വെയിൻസ് വരച്ച് കൊടുക്കുക. അതേപോലെ തന്നെ റിംഗ് ഫിംഗറിലും ചെയ്യാം. പിന്നെ അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരു ബ്ലാങ്ക് ആയി കിടക്കുന്ന സ്പേസ് കൊണ്ട്, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു സ്പൈറൽ വരച്ചിട്ട് ഒരു ഫ്ലവർ വരയ്ക്കാൻ വെച്ചു. നമ്മൾ വരച്ച സെയിം ഡിസൈനിൽ തന്നെ ഒരു ഫ്ലവർ കൊണ്ട് വരച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഡിസൈൻ ഉള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.